ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിടെക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിലെ S3 തേർഡ് സെമ്മിലെ മാത്സിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ, അതായത് ഈ മൊഡ്യൂളിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് പ്രോബബിലിറ്റീനെ കുറിച്ച് പഠിക്കാനാണ്. ഓക്കെ, സോ പ്രോബബിലിറ്റീനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ അതിന് മുന്നേ നമ്മളിപ്പോൾ മൊഡ്യൂളിലേക്ക് കയറുന്നില്ല, അതിന് മുന്നേ തന്നെ കുറച്ച് ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 2-3 റാൻഡം എക്സ്പെരിമെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മൊഡ്യൂളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറേയധികം ടേംസ് യൂസ് ചെയ്യേണ്ടി വരും. സോ ആ ടേംസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു കുറച്ച് പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ ആക്കി ഇട്ടേക്കുന്നത്. സോ Module 1, Discrete Probability Distribution, Basic Concepts of Probability. So what are the basic concepts of probability? First one is random experiment or trial. Okay, so what is random experiment or trial? An experiment whose result cannot be predicted is known as random experiment. So what is random experiment? An experiment whose result cannot be predicted. So ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്? നമ്മൾ മാത്സിൽ, നമുക്ക് ഫിസിക്സിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്താറുണ്ട് അല്ലേ? നമ്മൾ +2 പഠിച്ച സമയത്ത് ഫിസിക്സിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തും, കെമിസ്ട്രിയിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തും. അതേപോലെ തന്നെ മാത്സിൽ നമുക്ക് എക്സ്പെരിമെൻറ്റുകളുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റാൻഡം എക്സ്പെരിമെൻറ്റ്, ആ വേർഡ് തന്നെ നമുക്ക് കിട്ടുമല്ലോ. എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്? റാൻഡം ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്, that is an experiment whose result cannot be predicted. നമുക്ക് റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെൻറ്റിനാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് ഓർ ട്രയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റോളിംഗ് എ ഡൈ ഇസ് എ ട്രയൽ. ഓക്കെ, റോളിംഗ് എ ഡൈ ഇസ് എ ട്രയൽ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഡൈ ത്രോ ചെയ്യാണ്, നമ്മൾ റോൾ ചെയ്യാണ്. അവിടെ 1 to 6 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കിട്ടാം അല്ലേ? സോ അവിടെ നമുക്ക് ഏത് റിസൾട്ടാണ് കിട്ടുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹിയർ when I was rolling a die, its result cannot be predicted, right? So that is a random experiment. So what is an event? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, getting 2. എനിക്ക് ഡൈ റോൾ ചെയ്തപ്പം 2 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. സോ that is an event. Okay, rolling a die is a trial and getting an റിസൾട്ട്, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയതിന് ശേഷം ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെയാണ് നമ്മൾ ഈവൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഞാൻ ഡൈ റോൾ ചെയ്തു, എനിക്ക് 6 കിട്ടി. സോ 6 is an event. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് സാമ്പിൾ സ്പേസ്. എന്താണ് സാമ്പിൾ സ്പേസ്? The collection of all possible outcomes of a random experiment is known as sample space. The collection of all possible outcomes of a random experiment. റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി അവിടുന്ന് കുറച്ച് എന്ത് കിട്ടി? ഔട്ട്കംസ് കിട്ടി അല്ലേ? ആ ഈവൻറ്റ്സ് കിട്ടി, റിസൾട്ട് കിട്ടി. ആ റിസൾട്ടിൻ്റെ കളക്ഷൻ ഓർ കളക്ഷൻ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇസ് നോൺ ആസ് സാമ്പിൾ സ്പേസ്. ഫോർ എക്സാമ്പിൾ, വെൻ എ കോയിൻ ഇസ് ടോസ്ഡ്, ഞാനൊരു കോയിൻ ടോസ് ചെയ്തു, നമ്മുടെ ഔട്ട്കം എന്തൊക്കെയായിരിക്കും? ഹെഡും ടെയിലും അല്ലേ, വേറെ നമുക്കൊന്നും കിട്ടാനില്ല. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. സോ our sample space S is equal to set head comma tail, H comma tail. So that is sample space. So sample space is the collection of all possible outcomes of a random experiment. Okay, so next is mutually exclusive event or disjoint event. What is mutually exclusive event or disjoint event? Two events A and B cannot occur together. അതായത് 2 ഈവൻറ്റ്സ് ഒന്നിച്ച് സംഭവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നിച്ച് സംഭവിക്കാത്ത എക്സ്പെരിമെൻറ്റിനാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു 5. അതായത് രണ്ടും ഒന്നിച്ച് നടക്കില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാനൊരു ഡൈ റോൾ ചെയ്തു. ഡൈ റോൾ ചെയ്ത് കഴിഞ്ഞാൽ 1 to 6 വരെയുള്ള ഏതെങ്കിലും ഒന്നല്ലേ വീഴുള്ളൂ, രണ്ടും ഒന്നിച്ച് വീഴില്ലല്ലോ. അതേപോലെ തന്നെ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, രണ്ടും ഒരുമിച്ച് വീഴില്ലല്ലോ. സോ ഇതൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ആണ്. ഓക്കെ,
അടുത്തത് പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് പ്രോബബിലിറ്റി പി ഓഫ് എ. നമ്മൾ പ്രോബബിലിറ്റിൻ്റെ പി എന്ന് പറഞ്ഞ വേർഡ് ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. സോ പി ഓഫ് എ ഇസ് ഈക്വൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഓർ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. സോ the equation for probability is number of favorable cases by total number of cases. Okay, ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കാം. ഇതാ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. If at least one child in a family of 3 children is a boy, what is the probability that all the 3 are boys? That is, if at least one child in a family of 3 children, ഒരു ഫാമിലിയിൽ 3 ചിൽഡ്രൻ ഉണ്ട്. ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ചൈൽഡ് ഇൻ എ ഫാമിലി, ഒരാളെങ്കിലും ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. സോ 3 ചിൽഡ്രൻ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. നമുക്ക് എങ്ങനെയൊക്കെ വരാം ആ 3 കുട്ടികൾ? ഒന്നെങ്കിൽ ഒരു ബോയ് 2 ഗേളും വരാം, അല്ലെങ്കിൽ 2 ബോയും 1 ഗേളും വരാം, അല്ലെങ്കിൽ ഒരു ബോയ് കഴിഞ്ഞ് പിന്നെ ഒരു ഗേൾ ഉണ്ടായി പിന്നെ ഒരു ബോയ്, അല്ലെങ്കിൽ ഒരു ഗേള് പിന്നെ ഒരു ബോയ് പിന്നെ ഒരു ബോയ്, ദെൻ ഗേൾ ബോയ് ഗേൾ 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 ബോയ് 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 ബോയ്. ഇങ്ങനെ എത്ര കേസസ് വരാം? 7 കേസസ് വരാമല്ലോ. 7 കേസസ് വരാം. ഇതിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ചൈൽഡ് ഇൻ എ ഫാമിലി ഓഫ് 3 ചിൽഡ്രൻ ഇസ് എ ബോയ്. ഒരു ബോയ് വരാം, അറ്റ്ലീസ്റ്റ് ഒരു ബോയ് എങ്കിലും എന്ന് പറഞ്ഞാൽ ഒന്നോ അതിന് മുകളിലോ ആവാം അല്ലേ? ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ചൈൽഡ് ഇൻ എ ഫാമിലി, അറ്റ്ലീസ്റ്റ് വൺ. So at least one എന്നല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ദ 3 ആർ ബോയ്സ്? 3 ബോയ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് പറഞ്ഞേക്കുന്നത്. 3 ബോയ് വരാനുള്ള നമ്മളോട് ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്നും മാറിയില്ല. ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ചൈൽഡ് ഇൻ എ ഫാമിലി ഓഫ് 3 ചിൽഡ്രൻ ഇസ് എ ബോയ്. അപ്പം 3 ഗേളാവാൻ പാടില്ല എന്നാണ് ഫസ്റ്റ് കണ്ടീഷനിൽ ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലേ, ഇഫ് അറ്റ്ലീസ്റ്റ് വൺ, ഒരു ബോയെങ്കിലും ഉണ്ടാവണം. ഏത് കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ബോയോ ഒന്നിലധികം ബോയോ ആവാം. അതായിരിക്കും നമ്മുടെ സാമ്പിൾ സ്പേസ്. അതിൽ മൊത്തം ബോയ് ആവാനുള്ള ചാൻസ്, മൊത്തം ബോയ് ബി 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 വരുന്ന ഒറ്റ കേസല്ലേ ഉള്ളൂ. സോ 1/7 ഇസ് എ പ്രോബബിലിറ്റി. ഓക്കെ.